ഏപ്രിൽ 9 കേരളം വിധി എഴുതാൻ പോവുകയാണ്. പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള 140 മണ്ഡലങ്ങൾ. ആ 140 മണ്ഡലങ്ങളും വിധി എഴുതാൻ പോകുമ്പോൾ വലിയ ആവേശത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ഉള്ളത്. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം രാഖിമിനുക്കി അവസാന ആയുധവും പുറത്തിറക്കി ഈ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിക്കാനാണ് മുന്നണികൾ മത്സരിക്കുന്നത്. 10 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ ഒരു ഭരണമാറ്റമാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത്. കറുത്ത കുതിരയാകാൻ BJPയും കളം നിറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാർ കളം പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായ നേതാവ് നാളെ കോഴിക്കോട് കടപ്പുറത്ത് വലിയ ഒരു മഹാറാലിയിൽ സംസാരിക്കുകയാണ്. ബുധനാഴ്ച നടക്കുന്ന ഈ മഹാറാലി കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ രാജ്യത്ത് സംഘപരിവാറിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന യുവ നേതാവ്, സംഘപരിവാറിന്റെ ജാതി മത വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരത് ജോഡോ യാത്ര നടത്തി രാജ്യത്തെ ജനങ്ങളെ ഒരു കൊടിക്കീഴിൽ ഒരുമിപ്പിക്കാൻ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന വ്യക്തിത്വം. വയനാടിന്റെ മുൻ MP കൂടിയായ രാഹുൽ ഗാന്ധി മലബാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കടന്നു വരുമ്പോൾ അത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും നൽകുന്ന ഉണർവ് ചെറുതൊന്നുമല്ല. നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ ജില്ലകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് പ്രകടനം ഒന്ന് നിരീക്ഷിക്കാം. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 2 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂർ ജില്ലയിൽ 2 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ജയിക്കാൻ കഴിഞ്ഞത്. തൊട്ടിപ്പുറത്തെ വയനാട്ടിൽ 3ൽ 2 സീറ്റും ഐക്യമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട്ടും 2 സീറ്റ്. അതോടൊപ്പം തന്നെ സീറ്റ് കൂടുതൽ നേടിയത് മലപ്പുറത്ത് മാത്രമാണ്. പാലക്കാട് 2 സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. പാലക്കാട്ടും കോഴിക്കോടും കണ്ണൂരും അടക്കമുള്ള 3 വലിയ ജില്ലകളിൽ ഉജ്ജ്വലമായ മുന്നേറ്റം, കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് നടന്നെടുക്കാനുള്ള പാത എളുപ്പമാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്തെത്തുമ്പോൾ ആ കോഴിക്കോട്ടെ സമ്മേളനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായി മാറുകയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ ഗതകാല സ്മരണകൾ ഇരമ്പുന്ന കോഴിക്കോട് കടപ്പുറം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട കാലത്ത് വൈദേശികാധിപത്യത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഐതിഹാസികമായ സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതച്ചേർത്തപ്പെട്ട ഏടുകളാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കേളപ്പജിയുടെയും പാദസ്പർശമേറ്റ മണ്ണിലേക്കാണ് നവഭാരതത്തിന്റെ പ്രതീക്ഷയായി മാറിയ, രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിന്റെയും കാവലാളായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ കണ്ണിലെ കരടായി മാറുന്ന രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. മലബാറിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ വമ്പൻ റാലിയോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നത്. ഈ പരിപാടി ഒരു വലിയ വിജയമാക്കാനാണ് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകന്മാർ പരിശ്രമിക്കുന്നത്. ബൂത്തുകളിൽ നിന്ന് പ്രവർത്തകർ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തും. അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി കോഴിക്കോട് കടപ്പുറത്ത് നാളെ 10,000 മനുഷ്യസാഗരം തീർക്കുമ്പോൾ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന മഹാറാലിയും പൊതുസമ്മേളനവുമാണ്. രാഹുൽ ഗാന്ധിയുടെ തിരുവനന്തപുരത്തെ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരും കേരളീയ സമൂഹവും നിറ കയ്യടികളോടുകൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അധികാരത്തിലേറിയാൽ എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ്, അധികാരത്തിലേറിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി മാറ്റും, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് തുടങ്ങി ജനങ്ങളുടെ കയ്യടികളും കരഘോഷങ്ങളും ഏറ്റുവാങ്ങിയ പ്രഖ്യാപനങ്ങൾ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ആ സമ്മേളനം ഒരു ചരിത്ര സമ്മേളനമായി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോഴിക്കോടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ചാലിയാറും അറബിക്കടലും കല്ലായിപ്പുഴയും കൈകോർക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ അസ്തമയ സൂര്യന്റെ
ചെഞ്ചോര ചുവപ്പിനെ സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി നാളെ പ്രവർത്തകന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ സമ്മേളനം കേരളത്തിന്റെ ഭരണ മാറ്റത്തിന്റെ കാഹളം മുഴക്കുന്ന ഒരു സമ്മേളനമായി മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ക്യാമ്പും കോൺഗ്രസ് നേതാക്കന്മാരും പങ്കുവെക്കുന്നത്.